നല്ലൊരു ദിവസം നേരുന്നു സുഹൃത്തുക്കളെ. വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നും ഒരു സീരിയസ് മാറ്ററാണ് സംസാരിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ വാർഷിക ഉച്ചലിനെ കുറിച്ചിട്ട് ഒരു കർക്കിടക ഉച്ചലൊക്കെ എല്ലാവരും ചെയ്യണം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ അത് കണ്ടിട്ടൊരു പേഷ്യൻ്റ് വന്നിരുന്നു, മീൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ സംശയമാണ്, ഉഴിച്ചിൽ ചെയ്യുമ്പോൾ വേദനിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കല്ലിച്ച നീരോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉഴിച്ചിൽ ചെയ്യുമ്പോൾ ആ വേദന വരും. ആ നീര് പോകാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ വേദനയൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ അങ്ങോട്ട് സൂഹിക്കാനാണെങ്കിൽ ഇത് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അപ്പോൾ ആ ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും കാര്യമായിട്ടാണ് പുള്ളിക്കാരൻ വന്ന് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം വേദനിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കല്ലിച്ച നീര്, അതായത് ഉറച്ച നീര്, കാലങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന നീരുണ്ടെങ്കിൽ നമുക്ക് ഉടച്ച് കളയണം. എന്നാലേ ആ വേദനയും കാര്യം ആ ചെയ്യുന്നതിലൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് മീൻസ് എന്താ, ആയുർവേദത്തിൽ നിന്ന് ആരും അങ്ങോട്ട് പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നില്ല. കാരണം ഇതെന്തോ ഒരു തമാശക്കളിയാണ്, ഒരു കുട്ടിക്കളിയാണ്, അങ്ങനെ ഒരു ധാരണയിലാണ്. പിന്നെ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അല്ലാത്തപ്പോൾ ഇപ്പോൾ നോർമൽ രീതിയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ വർഷാവർഷം ഉച്ചിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തോന്നുന്നു ഒരുപാട് പേഷ്യൻറ്റ് സ്ഥിരമായിട്ട് ചെയ്തു പോകുന്നവരുണ്ട്. അവർക്ക് ആർക്കും അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ട് വരാറില്ല. അതേ സമയത്ത് ഈ പറയുന്ന പോലെ കല്ലിച്ച നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യുമ്പോൾ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ പറയണ പോലെ കേട്ടാൽ വരില്ല. പിന്നെ നമ്മൾ പറയണ പോലെ കേൾക്കാതെ ഇരുന്നാലും വേദനയൊക്കെ വരും കേട്ടോ. കാരണം തോന്നിയ പോലെ യാത്ര പോകും. അതിപ്പോൾ എനിക്ക് ഒരു 2-3-4 വർഷം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പേഷ്യൻ്റ് ഉണ്ട്, മുത്തലീബൊക്കെ. പുള്ളിക്കാരൻ പാലക്കാട് പോയി. ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയിട്ട് 3-4 ദിവസമായപ്പോഴാണ് പുള്ളിക്കാരൻ പാലക്കാട് പോയിട്ട് എൻ്റെ ചോദിച്ചു, എനിക്ക് ഭയങ്കര വേദനയെ പറഞ്ഞു ഞാൻ 4-ാമത്തെ ദിവസം ചെന്നപ്പോൾ. അപ്പോൾ ചോദിച്ചു ഇന്നലെ എന്താ ചെയ്ത് ചോദിച്ചപ്പോൾ ഹെവി യാത്ര ചെയ്തേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടർമാർ പറയുന്ന കേൾക്കാതെയും, അതേപോലെ ഞാൻ പറഞ്ഞാലും കേട്ടോ, 13 വർഷമായി ഇപ്പോൾ ഇന്ന പോലെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറെ പറയുക മെയിനായിട്ട്. അപ്പോൾ ഡോക്ടർ പറയുന്ന പദ്യങ്ങൾ അതേപോലെ അനുസരിച്ചില്ലെങ്കിലും ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഇന്ന പോലെ ചെയ്യണം, ഇന്ന മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് ഡോക്ടർ പറയും. അപ്പോൾ അത് അതേപോലെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഇതിന് എഫക്റ്റും കിട്ടുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അതിപ്പോൾ ആ പറയുന്ന അനുസരിക്കാതെ ഇപ്പോൾ ഒരു ദീർഘദൂര യാത്രയോ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയാലും ശരീരവേദനകൾ വരും. അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. വാർഷിക ഉച്ചിൽ ചെയ്യുമ്പോൾ വേദന വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ട്.